ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞതോടെ ഗൾഫ് നാടുകളിലെ പ്രവാസികൾക്ക് നേട്ടം. ഒമാനി റിയാലിന് പുറമെ UAE ദിർഹം, സൗദി റിയാൽ, ബഹ്റൈൻ ദിനാർ, കുവൈറ്റ് ദിനാർ, ഖത്തർ റിയാൽ എന്നിവരുടെയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് കൂടി. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഓണക്കാലം കണക്കാക്കി നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് തീർത്തും ഗുണകരമാക്കും. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞതോടെ ഗൾഫ് നാടുകളിലെ പ്രവാസികൾക്ക് വൻ നേട്ടം തന്നെയാണ് ഉണ്ടാവുന്നത്. ഒമാനി റിയാലിന് പുറമെ UAE ദിർഹം, സൗദി റിയാൽ, ബഹ്റൈൻ ദിനാർ, കുവൈറ്റ് ദിനാർ, ഖത്തർ റിയാൽ എന്നിവയുടെയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് കൂടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡോളറിനെ ആശ്രയിച്ചാണ് ഗൾഫ് കറൻസികൾ നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഡോളറിനുണ്ടാകുന്ന നേട്ടം ഗൾഫ് കറൻസികളുടെ വിനിമയത്തെയും ഗുണകരമായി തന്നെ ബാധിക്കും. ഒരു ഒമാനി റിയാലിന് 250.60 രൂപയാണ് കഴിഞ്ഞ ദിവസം ഒമാനിലെ എക്സ്ചേഞ്ചുകൾ നൽകിയ ഏകീകൃത നിരക്ക്. ബാങ്കുകളുടെയും മറ്റും സർവീസ് ചാർജുകളും മറ്റും ഈ തുകയിൽ നേരിയ മാറ്റം വരുത്തിയേക്കാം. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഓണക്കാലം കണക്കാക്കി നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് തീർത്തും ഗുണകരമാണ്. കഴിഞ്ഞ മെയ് 20-ന് 251 രൂപയ്ക്ക് മുകളിൽ വിനിമയ നിരക്ക് ഉയർന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകളുടെ യാത്രാ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില ബുധനാഴ്ച കുതിച്ചു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 96.57 എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നുള്ള നിക്ഷേപകരുടെ പിന്മാറ്റവും കൂടി ആയതോടെയാണ് രൂപയുടെ മൂല്യം താഴ്ന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോഴേ രൂപ സമ്മർദ്ദത്തിലായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ ബാരലിന് അമേരിക്കൻ ഡോളർ 94-ന് മുകളിലേക്ക് ഉയർന്നു. ഈ വർഷം ഇതുവരെയും 7.50% മൂല്യശോഷണമാണ് രൂപയ്ക്ക് സംഭവിച്ചത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇന്ത്യയിൽ വിലക്കയറ്റത്തിന് വഴിവെക്കും. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നതും ഫോറക്സ് മാർക്കറ്റിൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ശക്തമാകുന്നില്ലെന്നും കണക്കിലെടുത്താൽ രൂപയുടെ ചാഞ്ചാട്ടം തുടരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.